കേരളത്തിൽ നിലമ്പൂര് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് വന്നു കഴിഞ്ഞു. ഏകദേശം എല്ലാവരും വിചാരിച്ച കണക്കുള്ള ഒരു റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. കാരണം പ്രതീക്ഷ തന്നെയാണ് UDFന്റെ ഒരു വിജയം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംഭവിക്കുമെങ്കിൽ മാത്രമേ അവിടെ LDFന് സാധ്യതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ തരത്തിലുള്ള അട്ടിമറികളൊന്നും തന്നെ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായിട്ട് തന്നെ റിസൾട്ട് വന്നു. പക്ഷേ എങ്കിൽ പോലും പ്രതീക്ഷിച്ച തരത്തിലുള്ള ഭൂരിപക്ഷം ഉയർത്താനായിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ തന്നെയാണ്. അതായത് നമുക്കറിയാം അവിടെ വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ UDF ആണ്, രണ്ടാം സ്ഥാനത്ത് LDFും, മൂന്നാം സ്ഥാനത്ത് അൻവറുമാണ് വന്നിരിക്കുന്നത്, നാലാം സ്ഥാനത്താണ് അവിടെ BJP. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് തന്നെയുള്ള ഒരു ചിത്രം വ്യക്തമാണ്. BJP സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം വലിയ തോതിൽ സ്വാധീനമൊന്നുമില്ലാത്ത സ്ഥലം തന്നെയാണ് BJP സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് ഷെയർ ആയാലും താരതമ്യേന വളരെ കുറവ് തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് ലഭിക്കുന്നത് BJPക്ക്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ വിജയിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വോട്ടുകളുടെ കാര്യമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ നിലനിർത്താൻ സാധിക്കുമോ, അതല്ല വോട്ടുകൾ താരതമ്യേന വീണ്ടും കുറയുമോ? BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരും തന്നെ അല്ല അവിടെ മത്സരിക്കാനായിട്ട് നിന്നത്. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ BJPയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഒന്നും തന്നെയല്ല അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തന്നെ. അതായത് BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നതെന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥി ആയതിനു ശേഷം BJP അംഗത്വം സ്വീകരിച്ച വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ എത്രത്തോളം വോട്ടുകൾ മാക്സിമം നേടിയെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ടാകും. ആദ്യം തന്നെ BJP അവിടെ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ മത്സരത്തിന് ആളെ നിർത്തുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു. പിന്നീട് മോഹൻ ജോർജിനെ അവിടെ മത്സരിക്കാനായിട്ട് നിർത്തുകയായിരുന്നു. അതും BJPയുമായിട്ട് യാതൊരു രീതിയിലുമുള്ള ബന്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ തന്നെ, തുടക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ, ആർക്കും വലിയ തോതിൽ പരിചയസമ്പന്നനല്ലാത്ത ഒരു വ്യക്തിയെ തന്നെ അവിടെ നിർത്തി BJP ഒരു പരീക്ഷണം തന്നെ അവിടെ നടത്തുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സത്യം പറഞ്ഞാൽ ആ പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ, ഒരു പരിധി വരെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രീതിയിലും കോളിളക്കം സൃഷ്ടിക്കാനായിട്ടോ ഒരു രീതിയിലും വോട്ടുകൾ വലിയ തോതിൽ നേടാനായിട്ടോ പ്രതീക്ഷ വച്ചിട്ടില്ലായിരുന്ന ഒരു വ്യക്തി മോഹൻ ജോർജ് തന്നെ അവിടെ 5000-ന് മുകളിൽ പോകുമോ എന്ന് തന്നെ സംശയമാണ്. പലരും പറഞ്ഞ ഒരു കാര്യം തന്നെ, ഈ എതിർ പാർട്ടികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളായിരുന്ന ഒരു കാര്യം തന്നെയാണ് 2000-ന് മുകളിൽ വോട്ടുകൾ അവിടെ BJPക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ 2021 നേടിയതിനേക്കാട്ടിലും വോട്ടുകൾ അവിടെ നേടിയെടുത്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതായത് ഏകദേശം 8648 വോട്ടുകൾ അവിടെ BJP സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ നേടിയേക്കാട്ടിലും വോട്ട് കൂടുതലാണ് ഇതെന്ന് പറയുന്നത്. അതും മോഹൻ ജോർജിനെ പോലെ പുതിയ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP അവിടെ മത്സരിച്ചു. തങ്ങളുടെ വോട്ടുകൾ നിലനിർത്തുക മാത്രമല്ല കുറച്ച് വോട്ടുകൾ കൂടുതൽ നേടുന്ന തരത്തിലോട്ട് മോഹൻ ജോർജ് അവിടെ എത്തിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുമുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താത്ത ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അവസാന ഘട്ടത്തിൽ മാത്രമാണ് BJP അവിടെ സ്ഥാനാർത്ഥിയെ ഇറക്കിയതും അതോടൊപ്പം തന്നെ പ്രചരണം തുടങ്ങിയതുപോലും. എന്നിട്ട് പോലും BJPക്ക് തങ്ങളുടെ വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും വോട്ടുകളിൽ അല്പമെങ്കിലും കൂടുതൽ നേടാൻ സാധിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ സൂചന തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടെ വോട്ടുകൾ പരമാവധി കുറഞ്ഞിരുന്നെങ്കിൽ, അതായത് 5000-ന് താഴെ പോയി ആ ഒരു തരത്തിലോട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിരുന്നെങ്കിൽ ഇത് BJPക്ക് ഒരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടിലും വോട്ടുകൾ നേടാനായിട്ട് BJPക്ക് നിലമ്പൂർ പോലുള്ള സ്ഥലത്ത്, വലിയ തോതിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന്, ഒരു A ക്ലാസ് മണ്ഡലമോ ഒന്നുമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് BJPക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു. ആ വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു. ആ വോട്ടുകളെക്കാട്ടിലും കൂടുതൽ നേടാനായിട്ട് സാധിച്ചു. അതും പ്രമുഖരായിട്ടുള്ള BJPയുടെ വലിയ നേതാക്കളൊന്നും തന്നെയല്ല അവിടെ മത്സരിച്ചത് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു അടിത്തറ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ വോട്ടുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മോഹൻ ജോർജിന് പകരം അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാക്കളെ ഇറക്കിയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഇപ്പോൾ മോഹൻ ജോർജ് നേടിയതിനേക്കാട്ടിലും വോട്ടുകൾ കൂടുതലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമായിരുന്നു. അങ്ങനെ നോക്കിയാലും ചിലപ്പോൾ BJPക്ക് വീണ്ടും വോട്ട് വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേനെ. പക്ഷെ അതിനു മുതിരാതെ BJP ഒരു പരീക്ഷണ ഘട്ടം എന്നുള്ള തരത്തിൽ തന്നെയാണ് മോഹൻ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. ആ പരീക്ഷണത്തിൽ തീർച്ചയായിട്ടും BJP പടുകുഴിയിൽ വീണില്ല എന്നും മാത്രമല്ല മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു എന്നുള്ളതുമാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായാലും, അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ഏകദേശം 1 കൊല്ലം തികച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട്.
അപ്പോൾ ഈ ഒരു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ശരിക്കും BJP സംബന്ധിച്ചിടത്തോളം ഒരു ഊർജം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് BJP ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ പരമാവധി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വളരെയധികം നേട്ടമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. അത് തന്നെയാണ് അവർ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ക്രൈസ്തവ വോട്ടുകളും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് ശരിക്കും BJP സംബന്ധിച്ചിടത്തോളം ഒരു ശുഭസൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലമ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് വലിയ തോതിൽ കാടിളക്കിയുള്ള പ്രചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താതെ പുതുതായി തന്നെ ചേർന്ന ഒരു വ്യക്തിയെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് BJP വലിയ തോതിൽ പ്രതീക്ഷയൊന്നും തന്നെ ഇല്ലാത്ത നിലമ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് BJP കഴിഞ്ഞ തവണ നേടിയതിനേക്കാട്ടിലും വോട്ടുകൾ ഉയർത്താനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ടുള്ള അതായത് 30,000-ലധികം വോട്ടുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ, വിജയസാധ്യത ഏറെ കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ BJP വേണ്ട വിധത്തിലുള്ള പ്രചരണങ്ങൾ അതോടൊപ്പം തന്നെ അത്രയ്ക്കും കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും നിർത്തി ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ ഇറക്കി ഈ പറയുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെയും താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രചരണങ്ങൾ ആരംഭിച്ച് ഓരോ വോട്ടർമാരുടെയും അടുത്തെത്തി തൃശ്ശൂർ എങ്ങനെയായിരുന്നോ അതുപോലുള്ള ഒരു പ്രചരണ രീതികൾ പയറ്റിക്കഴിഞ്ഞാൽ, അതിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം BJPക്ക് നിലവിൽ അവർക്ക് വിജയസാധ്യതയുള്ള ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിന്നും MLAമാരെ ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് 100% ഉറപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് നിലമ്പൂരിൽ BJP നേടിയ വോട്ടുകളെന്ന് പറയുന്നത്. അതായത് കാടിളക്കി പണിയെടുക്കാതെ തന്നെയും BJPക്ക് ആ വോട്ടുകൾ നിലനിർത്തി അതിൽ കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പണിയെടുത്താൽ ഫലപ്രദമാകുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് BJPക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നിലമ്പൂർ.